ഗോസ്റ്റ് സ്റ്റോറി ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഗോസ്റ്റ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റോറി നടക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 ഡേയ്സ് മുമ്പാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. രമേശ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബൈക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ എന്തോ പോയ പോലെ തോന്നി. അദ്ദേഹം വിചാരിച്ചു ജസ്റ്റ് ഇതിൻ്റെ തോന്നലായിരിക്കും എന്നിങ്ങനെ മൈൻഡിൽ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അപ്പോഴും വണ്ടി നിർത്തിയില്ലായിരുന്നു. ജസ്റ്റ് തോന്നലായിരിക്കും എന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് വിട്ടു. അപ്പോഴും അദ്ദേഹം വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അദ്ദേഹം പോകുന്നതോറും ഉള്ളിൽ എവിടേക്കോ ഒരു പേടി തുടങ്ങി. ഈ ഇരുട്ടത്തായിരുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഏകദേശം രാത്രി ഒരു 10-11 മണി ആയ സമയത്തായിരുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭയം ഉള്ളിൽ വന്നു തുടങ്ങിയിരുന്നു ആ നിമിഷം. പോകുന്ന വഴിക്കെന്തോ പ്രത്യേകതയുള്ള പോലെ അദ്ദേഹത്തിന് തോന്നി. വണ്ടി ഇത്രയും ദൂരം പോയിട്ട് സ്ഥലത്ത് എത്താത്ത രീതിയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഏതോ ഒരു ലൂപ്പിൽപ്പെട്ടൊരവസ്ഥ. ഉള്ളിലങ്ങ് ഭയം നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ. ദൈവമേ, എന്ത് ചെയ്യാനാ? ഇതിപ്പോൾ എൻ്റെ പേടി കൊണ്ടാണോ ഞാനിവിടെ പെട്ടുപോയത്? എനിക്ക് തോന്നുന്നതാണോ? ഇങ്ങനെ പല ചിന്തകളും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വന്നു. എന്ത് ചെയ്യണം, എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊരു പിടിയും ഇല്ലാത്തൊരവസ്ഥ. അദ്ദേഹം ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിച്ചു. എന്നിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. എന്താണ് എന്നൊരു പേടിയോടെ അദ്ദേഹം പുറകിലോട്ട് നോക്കി. പുറകിലൊന്നുമില്ല, ജസ്റ്റ് തോന്നലായിരിക്കും. പക്ഷെ നേരത്തെ എന്തോ കണ്ട പോലെ തോന്നി. ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. എന്തായി നടക്കുന്നത്? ഇതൊക്കെ എൻ്റെ തോന്നലുകളായിരിക്കും അല്ലേ എന്ന് സ്വന്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. പ്രീതം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്തൊരു വ്യക്തിയായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഭയങ്ങളുണ്ടാകാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ വഴി, അദ്ദേഹം പോകുന്ന വഴി വളരെ വിചിത്രമായ രീതിയിലുള്ളൊരു വഴിയായിരുന്നു. സാധാരണ രാവിലെ അദ്ദേഹം അതിലെ പോകുന്നതാണ്. പക്ഷേ ഇന്ന് രാത്രി ആയതുകൊണ്ടായിരിക്കാം ആ വഴി അത്രയ്ക്കും ദൈർഘ്യമേറിയതായി അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. ഉള്ളിൽ ഒരുപാട് ഭയം ഉണ്ടെങ്കിലും അദ്ദേഹം ആ ഭയമെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകണം എന്നൊരു ചിന്തയിൽ വന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ പോയെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നുവെച്ചാൽ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു, മുമ്പിൽ എന്തോ കേട്ടു, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥ. ദൈവത്തിനെ വിളിക്കണോ, എന്ത് ചെയ്യണോ, ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള അദ്ദേഹം. അതും ആ ഒരു 12 മണി സമയത്താണ് അദ്ദേഹം അവിടെ പെട്ടുപോകുന്നത്. എന്ത് ചെയ്യണം എന്നൊരു ഒരു കഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഫോൺ എടുക്കാം, ഫോണിൽ ആരെങ്കിലും ഒന്ന് വിളിക്കാം ഹെൽപ്പിന്. കാര്യം എന്തായാലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഇനി ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അദ്ദേഹം ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഫോൺ ആരും എടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹം കാറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് വിചാരിച്ചു, എനിക്ക് തോന്നിയ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് റേഞ്ച് കിട്ടുമെന്ന് വിചാരിച്ചു അദ്ദേഹം ഫോൺ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഫോൺ കിട്ടുമെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടി അതിൻ്റെ കാറ് ബ്ലോക്കായി. അദ്ദേഹം ആ ഒരു 1 മണി സമയത്ത് ആ ഇരുട്ടത്ത് അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉരുകിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 12 മണി സമയം ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഏരിയ. ഇവിടുന്ന് പുറത്തോട്ട് കടക്കാനും പറ്റുന്നില്ല. ഒരുമാതിരത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുക. പിന്നെ ഇവിടെ ഭയങ്കര ഭീകരമായ ശബ്ദങ്ങളും പല കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിൽ ഒരുപാട് ഭയമായി അദ്ദേഹം ഇങ്ങനെ നിന്നു. ആ സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടെ ഒരാൾ കടന്നു വന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുകയായിരുന്നു, ഇവിടെ വല്ല പ്രേതം ഉണ്ടോ എന്ന് പേടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ പ്രേതമൊന്നുമില്ല, ഇങ്ങനെ ഇതിപ്പം രാത്രി ആരും ഇതിൽ വരാറില്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കാണ് അദ്ദേഹത്തിന് ആശ്വാസമായത്. എൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അയാളെ പരിചയപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്തുള്ളതാണ്, എൻ്റെ പേര് വിഷ്ണു, ഞാൻ ഇവിടെ ഇന്നടുത്ത് വർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് അയാളോട് സംസാരിച്ചു. അപ്പോൾ ചോദിച്ചു, വണ്ടി ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഇയാളുടെ വണ്ടി നോക്കാൻ തുടങ്ങി. മീൻസ് കീ മിസ്സായിരുന്നു ആ സമയത്ത്. അപ്പം പുള്ളിക്കാരൻ്റെ വണ്ടി മൊത്തം ചെക്ക് ചെയ്യാൻ വേണ്ടി കീ നോക്കിയപ്പം ഉള്ള പണിയെന്ന് വെച്ചാൽ വണ്ടീൻ്റെ അകത്തായിപ്പോയി കീ. പുള്ളിക്കാരൻ ഫോൺ വിളിച്ച സമയത്ത് വണ്ടി അകത്തുനിന്ന് ലോക്കായതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ അകത്തായിരുന്നു കീ. സോ ഇത് തുറക്കാനും പറ്റിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ ഞാൻ നിന്നു. അപ്പോൾ പറഞ്ഞു, കുറച്ചും കൂടെ ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടോട്ട് പോകാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരെയും വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലയോ? ഇവിടെ BSNL വർക്ക് ചെയ്തോളൂ അങ്ങനെ പറഞ്ഞാൽ അയാളുടെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിളിച്ചോ, നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അയാളെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഫോൺ മേടിച്ചിട്ട് അയാളുടെ
ഭാര്യനെ വിളിച്ചു. എൻ്റെ പുള്ളിക്കാരത്ത് പറഞ്ഞു നിനക്ക് വല്ല ആളെ അറിയാമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണേ എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഇയാൾ ഫോൺ ഇങ്ങോട്ട് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് മറ്റാളെ കാണുന്നില്ല. അയാളുടെ ഉയരങ്ങ് കത്തിപ്പോയി. കാര്യം പറഞ്ഞാൽ ഇത്രയും നേരം കൂടെ നിന്ന ഒരാൾ, അല്ലെങ്കിൽ തനിക്ക് ഫോൺ തന്ന ഒരാൾ മിസ്. പെട്ടെന്ന് അയാളൊന്നും എന്താ ചോയി കയ്യിൽ ഫോണില്ലേ, അയാൾ എവിടെ പോയി കാണും? അയാൾ പ്രേതമൊന്നും ആയിരിക്കില്ല എന്നൊരു ചിന്ത അയാളുടെ മൈൻഡിലുണ്ട്. കാണില്ല, അയാൾ പ്രേതമൊന്നും അല്ലല്ലോ, ആയിരിക്കില്ലെന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിൽ ചിന്തിച്ചായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് അയാൾ ജസ്റ്റ് ഇനി അയാൾ ഫോൺ മേടിക്കാതെ പെട്ടെന്ന് എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ അയാൾ കുറച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മുന്നോട്ട് നടന്ന് ആ ഒരു കാട് പോലത്തെ ഒരു സൈഡ് എത്തിയപ്പോൾ അയാൾ മുന്നോട്ട് കുറച്ചും കൂടെ നടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു ശബ്ദം കിട്ടും. അപ്പോൾ അയാൾ പെട്ടെന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കി, എന്താ ശബ്ദം എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കി ഇരുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഒന്നുമില്ല എന്നിങ്ങനെ വെച്ച് അയാൾ നേരെ നോക്കിയ സമയത്ത് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയ സമയത്താണ് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സാണ്. അയാൾ സത്യം പറഞ്ഞാൽ ദൈവമേ ഇതെന്തുവാ എന്നൊരു രീതിയിലായിപ്പോയി. കാര്യം സമയം എത്ര മണിയായി, ഇരുട്ട് മാറി മാറി വരുന്നുണ്ട്. പക്ഷെ അയാൾ അവിടെ നിന്ന് ലൂപ്പിൽ പെട്ട പോലെ രീതിയിലായിരുന്നു. അങ്ങനെ അയാൾ ഫുള്ളായിട്ടൊന്ന് ഭയന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഡോർ ഓപ്പണായി. അപ്പോൾ ശരി അത്ഭുതം, എങ്ങനെ താക്കോൽ വണ്ടിൻ്റെ അകത്തല്ലേ, പിന്നെ എങ്ങനെ വണ്ടി ഡോർ ഓപ്പണായി എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി തുറന്നിട്ട് വണ്ടീൻ്റെ അകത്തേക്ക് ഇരുന്ന സമയത്ത് ഇരുന്നിട്ട് അപ്പോഴേക്കും ഡോറിന് പെട്ടെന്ന് അടഞ്ഞു. ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചെന്ന് കിടുങ്ങി ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് അയാൾ പെട്ടെന്ന് ഉറക്കം എഴുന്നേക്കുന്നത്. ഇതിന് വണ്ടി കിടന്ന് ഉറക്കിപ്പോയാൽ അയാൾ വണ്ടി കിടന്ന് ഉറങ്ങി കണ്ടൊരു സ്വപ്നമാണ്. സോ ഇങ്ങനത്തെ ഒരു സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ, ദിസ് ഇസ് വാവ വ്ളോഗ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.